സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മഹത്വത്തിൻ്റെ സമ്പന്നത എന്ന ആത്മീയ ശുശ്രൂഷയുടെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് ഈ ദിവസവും നമ്മളെ സന്ദർശിക്കുകയും നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് ഒരമ്മയെപ്പോലെ താലോലിച്ചും ഒരപ്പനെപ്പോലെ കരുതിയും നമ്മുടെ ജീവിതയാത്രയിൽ എന്നും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് തേടാം. പ്രത്യേകിച്ചും തിരുക്കുടുംബത്തിൻ്റെ നാഥയായ പരിശുദ്ധ കന്യകാമറിയത്തോട് വലിയ വണക്കം ഉള്ള ഒരു മാസമാണല്ലോ ഈ മെയ് മാസം. പരിശുദ്ധ അമ്മയോടൊപ്പം ഏക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്കുമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ കൊച്ചു സ്തുതിഗീതം പാടി ആലപിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം, അല്ലാത്തൊരു കരങ്ങൾ കൂപ്പി ഭക്തിയോടെ വിശുദ്ധിയോടെ മാതാവിനോട് ചേർന്ന് നമുക്ക് ഈ 3-ാമത്തെ ദിവസത്തെ വചന വിചിന്തനത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുമ്പോൾ ഉണ്ണീശോയോടുള്ള സ്നേഹം നൽകാമോ? അമ്മേ മാതാവേ, നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ മുമ്പിലെ ഹൃദയത്തിനായിട്ട് സമർപ്പിക്കാം. പ്രത്യേകിച്ചും കടബാധ്യതകൾ മൂലം വേദനിക്കുന്നവർ, ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നിറവേറ്റുവാനായിട്ട് ആവശ്യത്തിന് സാമ്പത്തികമായ ഒരു ഭദ്രതയില്ലാത്ത വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിൻ്റെ നാഥയായ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുറവ് കണ്ടറിഞ്ഞത് അമ്മയാണ്. പ്രിയപ്പെട്ട അമ്മയും മാതാവേ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഏതെല്ലാം കുടുംബങ്ങളിൽ ഈ സാമ്പത്തികമായ കുറവുകൾ, അപമാനത്തിൻ്റെതായ ശിരസ് കുനിക്കേണ്ട അവസ്ഥ, എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്നൊരവസ്ഥ, നാണം കെടുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം ഉണ്ടല്ലോ അമ്മ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിൽ. ചില വ്യക്തികളുണ്ടല്ലോ, എല്ലാ കുടുംബങ്ങളോടൊപ്പം അപ്രകാരമുള്ള കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായം ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ദൈവവചന ഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. വലിയ ഭൂകമ്പമുണ്ടായതും ഈശോ എതിരെ വന്നവരെ അഭിവാദനം ചെയ്തതും അവർ അവനെ സമീപിച്ച് പാദത്തിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ച സംഭവമെല്ലാം കഴിഞ്ഞ് കാവൽക്കാരുടെ വ്യാജ പ്രസ്താവന എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവർ പോയപ്പോൾ കാവൽക്കാരിൽ ചിലർ പട്ടണത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ചു.
അവരും പ്രമാണികളും കൂടി ആലോചിച്ചതിന് ശേഷം പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുവിൻ. ദേശാധിപതി ഇതറിഞ്ഞാൽ ഞങ്ങൾ അവനെ സ്വാധീനിച്ച് നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കാതെ നോക്കിക്കൊള്ളാം. അവർ പണം വാങ്ങി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് ഈശോയുടെ മരണശേഷം അവൻ ഉയർപ്പിക്കപ്പെട്ടതുപോലും ഒരു വ്യാജ പ്രസ്താവന പുറത്താക്കാനായിട്ട്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരിക്കലും അവൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തു ചെയ്തു? പ്രമാണികളും ഒക്കെ കൂടി ആലോചിച്ച ശേഷം പ്രധാന പുരോഹിതന്മാരെ അറിയിച്ച് അവർ വേണ്ടത്ര പണം നൽകിയിട്ട്, അപ്പോൾ ആ പണം നൽകാൻ ഒരു കൂട്ടർ, സ്വീകരിക്കാൻ ഈ കാവൽക്കാർ, എന്നിട്ട് അവർ വേണ്ടത്ര പണം അവരത് വാങ്ങിയത് ഒരു മടിയും കൂടാതെ. പറയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു തിന്മയാണിത്. ബൈബിളിൽ ഇതിങ്ങനെ ഈശോയുടെ മരണത്തിനും അവൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പോലും വ്യാജമാകാൻ വേണ്ടി ഇന്ന് ഇപ്രകാരമുള്ള പണമിടപാടുകൾ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ 3-ാം ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഇത് പറഞ്ഞത് ഒരുപാട് ദൈവമക്കളുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പ്രകാരമുള്ള കൈക്കൂലി വാങ്ങിയിട്ടും അവിഹിത മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചും ഇന്ന് സമ്പന്നരാകുന്നവരുണ്ട്, അതിനുവേണ്ടി പണം വാങ്ങുന്നവരുണ്ട്. ഈ കാവൽക്കാർ പണം വാങ്ങി എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്രകാരം വാങ്ങുന്നവരുണ്ട്. നമുക്കിതൊരു ആത്മീയ ചിന്തകൾ കൂടി തന്നെയാണ് ഈ പെന്തക്കോസ്തായ്ക്ക് ഒരുങ്ങും. പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് ഒരു വ്യക്തിയിലേക്ക് വരുന്നത്? വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. വിശുദ്ധിയില്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാകാനും പറ്റില്ല. അപ്പോൾ ഈ വിശുദ്ധിയുടെ മറ്റൊരു വഴിയാണ് നമ്മൾ, അതായത് കറ പുരളാത്ത ഒരു ആത്മീയ ജീവിതം, കൈകളിൽ തെറ്റുപറ്റാത്തൊരു ജീവിതം, കൃത്യതയോടെ ജീവിക്കുന്നൊരു ജീവിതം. അതുകൊണ്ട് ഞാൻ സാമ്പത്തിക തകർച്ചകൾക്ക് ചില ആത്മീയ കാരണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതായത് ഞാൻ കുറ്റപ്പെടുത്താനല്ല ഈ ഒരു 3-ാമത്തെ ദിവസം, ആരെയും വേദനിപ്പിക്കാനല്ല, ഒരിക്കലും അങ്ങനെയുള്ള വഴികളിലേക്ക് പോകാതിരിക്കാനും ഒരുപക്ഷെ ഇത് നമുക്കൊരു പ്രേരണയായി മാറണം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തകർച്ചകൾക്ക് പിന്നിലെ ചില കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ ഓരോ കുടുംബങ്ങൾ എടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ എന്നെ സ്ഥിരമായിട്ട് ധ്യാനകേന്ദ്രത്തിൽ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഒരു സഹോദരൻ വളരെ ദൂരെ നിന്ന്, സ്ഥലവും വീടും ഒന്നും പറയണ്ട, പക്ഷേ ഞാനിങ്ങനെ പോവുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, അച്ഛനിത് പറയണം. ഒരുപാട് നാളുകളായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുമായിട്ട്, അത് വേറൊരു മാർഗത്തിലൂടെ പോയതല്ല, പക്ഷേ ഒരു ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് പെട്ടെന്ന് മാറിയിട്ട് വേറൊരു ബിസിനസ്സിലേക്ക്, തനിക്ക് ഒരിക്കലും പരിചയമില്ലാതിരുന്ന ഒരു ബിസിനസ്സിലേക്ക് മറ്റുള്ളവരുടെ നിർബന്ധം മൂലം ആ ഒരു പുതിയ ബിസിനസ്സിലേക്ക് പോയി. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ, ഒരുപക്ഷെ അതുവരെ ഉണ്ടായിരുന്ന ജോലി വളരെ സൗഭാഗ്യകരമായി, വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വലിയ പണക്കാരനാകാൻ വേണ്ടി ഒന്നുമല്ല, വലിയ സമ്പന്നനാകാൻ വേണ്ടി ഒന്നുമല്ല, പക്ഷേ എടുത്ത ഒരു തീരുമാനം പിന്നീട് ഉണ്ടായ തകർച്ച, പിന്നീട് അതിനു വേണ്ടി അത് പരിഹരിക്കാൻ എടുത്ത മാർഗങ്ങൾ, സാമ്പത്തികമായ തകർച്ചയ്ക്ക് ഒരുപാട് ആത്മീയ കാരണങ്ങളുണ്ട്. അപ്പം അദ്ദേഹം പിന്നീട് കണ്ടെത്തിയ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ അവരുടെ പൂർവികരുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ ശാപഗ്രസ്തമായ ചില സമ്പത്ത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, പക്ഷേ ഇതിൻ്റെ പിന്നിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായത് ചില ശാപഗ്രസ്തമായ സമ്പത്ത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛൻ ഇന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അച്ഛൻ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കണം. കാരണം ഒരുപാട് പിന്നിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ ഈ ശപിക്കപ്പെട്ട സമ്പത്തെന്ന് പറഞ്ഞ പോലെ അവിഹിത മാർഗങ്ങളിലൂടെ പൂർവികർ സമ്പാദിച്ചത്. അപ്പോൾ അത് ഇനി എന്താണ് ഇതിൻ്റെ പരിഹാരം? അപ്പം അദ്ദേഹം ഇന്ന് പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ, ശരിക്കും നമുക്ക് വളരെ വിഷമം തോന്നും, പിടിച്ചു നിൽക്കാൻ ഒരു ദിവസം എങ്ങനെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വീട്ടിലെ ചെലവുകൾ, കുട്ടികളുടെ പഠനം, അതുപോലെ മറ്റ് പല കാര്യങ്ങളും, ഒരു കുടുംബത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾക്കൊന്നും പണമില്ലാതെ കിടന്ന് വിഷമിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ ശാപഗ്രസ്തമായ ഈ സമ്പത്ത് ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഇന്നത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് അതൊരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ ഓർക്കുന്നത്, ഈ മനുഷ്യന് എങ്ങനെ ഇത്ര ധൈര്യം കിട്ടുന്നു എന്നുള്ളത്. കടത്തിൻ്റെ ആ സംഖ്യയുടെ പെരുപ്പം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ.
കാരണം ഇത് വേറൊരു പല മാർഗങ്ങളിലൂടെ വന്ന പണമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നത്. ആ പണമാണ് ഉപയോഗിച്ച് ഞാൻ ബിസിനസ് ചെയ്തതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. ഞാനല്ലാതെ ദർശനത്തിലോ അല്ലെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ ഞാനതിന് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുക, ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട്. നിരന്തരമായി ദേവാലയങ്ങളിൽ പോയി മാപ്പ് ചോദിച്ച് പൂർവികർക്ക് വന്നുപോകുക എന്ന് പറഞ്ഞാൽ ശാപഗ്രസ്തമായ സമ്പത്ത്. പല സമ്പത്തും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ തകർച്ചകൾക്ക് വീഴ്ചയാകാൻ, സാമ്പത്തിക തകർച്ചകൾക്ക് കാരണമായത് ചില ശാപഗ്രസ്തമായ സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് പണം ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ആ പണം ഉണ്ടാക്കുന്ന രീതികളിൽ പലപ്പോഴും അത് ശാപത്തിൻ്റെ വഴികളിലൂടെ, ശാപം ക്ഷണിച്ചു വരുത്തുന്ന, തിന്മ ക്ഷണിച്ചു വരുത്തുന്ന വഴികളിലൂടെയാണ്. അപ്പം ഈ കല്ലറയിലെ ഉണ്ടായ വ്യാജ പ്രസ്താവന അവരെന്ത് ചെയ്തു? പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ജനപ്രമാണികളുമൊക്കെ അവർക്ക് പണം കൊടുക്കുകയാണ്. എന്താ? തെറ്റായ വാർത്ത പ്രചരിപ്പിക്കാനായിട്ട്. ചില മാധ്യമ ലോകങ്ങളിൽ അത് കാണുന്നുണ്ട്. ആളുകളെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ സൽപ്പേരി കളങ്കം വരുത്തുമെന്ന് അവൾക്ക് വളരെ വലിയ വാണിംഗ് കൊടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് വലിയ പണം പിടുങ്ങുന്ന രീതികളിൽ, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നവർ, പല നേതാക്കന്മാരും, ആരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷേ ഇത് ആത്മീയ വളർച്ചയ്ക്ക് സാമ്പത്തിക മേഖലകളുടെ പിന്നീട് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് സമ്പാദിക്കുന്നവരല്ല, അടുത്ത തലമുറയിലേക്ക് ഇത് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. പ്രിയപ്പെട്ട, നിങ്ങൾക്കത് അറിയാവുന്ന കാര്യങ്ങളാണിത്. കാരണം അത് പരിഹാരം ചെയ്യണം, റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമാണിത്. മറ്റൊരാളുടെ നാശത്തിന് കാരണമായ പണം അത് ഒരുപാട് ഇന്ന് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 31 അധ്യായത്തിൽ നമ്മൾ പഴയ നിയമ ഗ്രന്ഥത്തിൽ കാണുകയാണ്. ധനത്തിന് വേണ്ടിയുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ദൈവജനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. പലരും ധ്യാന കേന്ദ്രങ്ങളിൽ വരുമ്പോഴും, അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിച്ച ശേഷം ഒരുപാട് ബിസിനസ്സും, ഒരുപക്ഷെ ഒരു പ്രാവശ്യം പ്രിയപ്പെട്ടവരെ ഞാൻ വട്ടായിലച്ചൻ്റെ കൂട്ടത്തിൽ സൈബർ ഖാൻ വട്ടായിലച്ചൻ പറഞ്ഞൊരു സാക്ഷി ഞങ്ങൾക്ക് കേൾക്കാതെ. അദ്ദേഹത്തിന് 1, 2, 3 ബേക്കറികളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആ ബേക്കറിയുടെ പേരിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഒരു ബ്രാഞ്ച് തുടങ്ങുക. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ച് പല സ്ഥലങ്ങളിലും, ഓരോ ടൗണിൻ്റെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഏതോ ബേക്കറി, ഏതൊരു കടയാണ്, അങ്ങനൊരു സ്വീറ്റ്സ് മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന കടകളൊക്കെ പലതും തുടങ്ങുക ഒരു ബ്രാൻഡായിട്ട്. അപ്പം അദ്ദേഹം എന്നിട്ട് പറയണം, അച്ഛൻ പറയുകയാണ്, ഈ മനുഷ്യൻ വന്നിട്ട് അച്ഛനോട് വന്നിട്ട് പറയാണ്, എനിക്കിപ്പോൾ സമാധാനം കിട്ടുന്നില്ല, അച്ഛൻ്റെ ബിസിനസ് എല്ലാം പോകുന്നു, എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആകെ തലവേദന പിടിച്ചു, ഭയങ്കര പ്രശ്നത്തിലാണ്, അസ്വസ്ഥതയിലാണ്. അപ്പം അച്ഛനിങ്ങനെ വട്ടാലച്ചൻ്റെ ഒരു സ്വതസിദ്ധമായ തമാശ കലർന്ന രീതിയിൽ അച്ഛൻ പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ ഒരിക്കൽ കേൾക്കുമായിരുന്നു കൺവെൻഷൻ വേദിയിൽ വെച്ച്. അപ്പം ഒരു മനുഷ്യൻ എത്ര കടകൾ, എത്ര ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും? അദ്ദേഹത്തിനെ കൂടുതൽ സഹായിക്കാനുള്ള മക്കളുടെ എണ്ണം വെച്ചാണെങ്കിലും ഒരുപാട്, കേരളം മുഴുവൻ ഒരു ബിസിനസ് വ്യാപിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു. ഓരോ കടകളിലൊക്കെ, ഓരോ സ്ഥാപനങ്ങളിലും വേണ്ടത്ര ജോലിക്കാരെ നിർത്താനും അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് ബസ്സുകൾ പലതും വാങ്ങിച്ചു കൂട്ടുന്ന, പലപ്പോഴും പണത്തെക്കുറിച്ചുള്ള വ്യഗ്രത കേട്ടിട്ട് അല്പം ലാഭം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ധാരാളം വാഹനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചു കൂട്ടുന്നവർ, അല്ലെങ്കിൽ പുതിയ പുതിയ ബിസിനസ് തുടങ്ങുന്നവർ, അവരുടെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ അതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത, നിയന്ത്രിക്കാൻ, കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് അതിര് കടന്നു കഴിയുമ്പോൾ വചനം കൃത്യമാവുകയാണ്, അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുന്നു, അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. വ്യഗ്രതപ്പെട്ട് ഇതിൻ്റെ ഓട്ടത്തോടോട്ടം. ശ്രീ ബേബി ജോൺ കലേന്താനിയുടെ ഒരു ഗാനമുണ്ട്, ഒട്ടേറെ നേടാൻ നീ ഓടിയാലും, നേട്ടങ്ങൾ എത്ര നീ നേടിയാലും ഈ ദൈവത്തെ മറന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ഒരുപാട് ഓടുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് പറയാണ്, നമുക്കിത് ആത്മീയ തകർച്ച കൂടിയാണ്. പിന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ല, പ്രത്യേകിച്ചും സഭയിലൊക്കെ പ്രസ്ഥാനങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ. ഒരു ആത്മവിമർശനത്തിനൊക്കെ പലപ്പോഴും കാരണമായിരുന്നു വ്യഗ്രതകൾ. സ്കൂളോ കോളേജോ എന്തു ആയിക്കോട്ടെ, ആരെയും കുറ്റപ്പെടുത്താനല്ല, പലപ്പോഴും ഇത് സമ്പത്ത്, ഫീസ്, കാര്യങ്ങൾ അത് വർദ്ധിപ്പിക്കാൻ, പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ആത്മീയ തകർച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഉൾപ്പെടുന്ന വൈദികർ, സമർപ്പിതർ, ശുശ്രൂഷയിലായിരുന്നവർ, ഒരു കാലഘട്ടത്തിൽ പള്ളിയിലും ആത്മീയ ശുശ്രൂഷകളൊക്കെ വ്യാപൃതരായിരുന്നവർ, ചിലപ്പോൾ ഈ കോവിഡിന് ശേഷം ഒരു അമിതമായൊരു വ്യഗ്രത കടന്നു വന്നിട്ടുണ്ട്. ഇനി ജീവിക്കാനായിട്ട് പണമില്ല, ജോലിയില്ല, ശുശ്രൂഷകൾ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു തുച്ഛമായ വരുമാനം കിട്ടുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള മറ്റേതെങ്കിലും മാർഗ്ഗം എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ 2 തകർച്ചകൾ വരികയാണ്. ഇത് വലിയ സാമ്പത്തിക തകർച്ച 1. രണ്ടാമത്തെ തകർച്ച എന്ന് പറഞ്ഞത് ഇത് ആത്മീയ തകർച്ച. അതാണ് ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വലിയ വ്യഗ്രത.
വചനം പറയുന്നില്ലേ ലൂക്കാസ് സുവിശേഷത്തിൽ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. അപ്പോൾ ഈ ധനസമ്പാദനം അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണം, പണം വേണം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കേട്ടു, ജീവിക്കാൻ പണം വേണം, പണം ഉണ്ടാക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. പണം സൂക്ഷിക്കാൻ ദൈവം ആളുകളെ നിയോഗിക്കുന്നുണ്ട്. പത്രോസിനോട് പണം എങ്ങനെ അത് നേടിയെടുക്കണമെന്ന് പറഞ്ഞ് പത്രോസിന് മാർഗനിർദ്ദേശങ്ങളും അതിന് വേണ്ട പരിശീലനം കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞത് ഇതാണ്, പണത്തിന് വേണ്ടിയുള്ള അമിത വ്യഗ്രത ഒരാളെ ജീവിതത്തെ മുഴുവൻ തകർത്ത് കളയുക. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ വളരെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു മേഖലയാണിത്. എന്നിട്ട് പറയാണ്, ഉത്കണ്ഠ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നു, കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഉത്കണ്ഠ, നമുക്കറിയാം, ഹൈപ്പർ ടെൻഷൻ, ഡിപ്രഷൻ കയറുന്നു, ആളുകൾ ഭയങ്കരമായ രീതിയിൽ പണത്തെക്കുറിച്ചുള്ള വ്യഗ്രത കൂടി കഴിയുമ്പോൾ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരിതാണ് ആത്മീയ തകർച്ചകളിൽ പെട്ടുപോകുന്ന ആളുകൾ. ഇപ്പം എനിക്കറിയാം, ചില ശുശ്രൂഷ ജീവിതത്തിൽ വളരെ ശക്തരായി നിന്നിരിക്കുന്നവർ, ഇതുകൊണ്ട് ചെറിയ തുച്ഛമായ വരുമാനമുണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ചിലപ്പോൾ തൻ്റെ കുടുംബത്തെ നടത്തിക്കൊണ്ട് പോകാൻ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതെ ഉള്ള സമ്പാദ്യം കൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങളും വീടും സൗകര്യങ്ങളും വസ്ത്രവും പാർപ്പിടവും മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നവർ ചില സമയത്തൊരു അമിതമായൊരു വ്യഗ്രത കയറണം. ധനം സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കണം. അതിൽ നിന്നുണ്ടാകുന്ന ഒരു അപകടമാണിത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള എല്ലാ വഴികളും അപകടമാണെന്ന് ഓർത്തുകൊള്ളുക. അതെന്ത് ചെയ്യുന്നു? ഉറക്കം നഷ്ടപ്പെടുത്തുന്നു, കഠിന രോഗമില്ലാതെ ആകുന്നു, ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു, വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. വചനം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, പണം കുന്നുകൂട്ടി കഴിയുമ്പോൾ അതെങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത്. കുറേ നാളുകൾ മുമ്പ് കാണാൻ വന്നൊരു ഡോക്ടർ പറയുകയാണ്, അദ്ദേഹം നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്നു, വളരെ ലളിതമായിട്ടൊക്കെ ജീവിക്കുന്നു. അദ്ദേഹം പറഞ്ഞാണ്, ഇപ്പോഴൊരു അപകടം പറ്റിയത് എങ്ങനെയാണ് അച്ഛാ, ഇങ്ങനെ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വിദേശ യാത്രകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ചില സെൻറ്ററുകളിലേക്ക് യാത്ര. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായൊരു അപകടം ഇതാണ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ കുടുംബമൊക്കെ ഇന്ന് ഒരു നശിച്ചൊരവസ്ഥയിലേക്ക്, ഭാര്യ പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ മക്കളൊക്കെ വേറെ വഴിക്ക് പോയി. ഞാൻ ചില സാക്ഷ്യങ്ങൾ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആരും വേദനിപ്പിക്കാനൊന്നുമല്ല. കാരണം അദ്ദേഹം പറയുകയാണ്, ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പണം അമിതമായിട്ട് ഞാൻ ചെലവഴിച്ചു സുഖഭോഗങ്ങൾക്ക് വേണ്ടി. അതാണ് ലൂക്കാസ് സുവിശേഷത്തിൽ പറയുന്നത്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. അപ്പോൾ ഇത് പലപ്പോഴും ഈ സുഖലോലുപതയ്ക്ക് ആവശ്യത്തിന് പണം വേണം. അപ്പോൾ അത് കുന്നുകൂട്ടാൻ വേണ്ടി, സ്വരുക്കൂട്ടാൻ വേണ്ടി എടുക്കുന്ന മാർഗ്ഗങ്ങൾ, പണം സമ്പാദിക്കാൻ എടുക്കുന്ന വഴികൾ പലപ്പോഴും തെറ്റിപ്പോകുന്നു. എന്നിട്ടതോ വലിയ തകർച്ചയിലേക്ക്, 2 കാര്യങ്ങൾ പറഞ്ഞതാണ്, ആത്മീയ തകർച്ചയിലേക്ക്, സാമ്പത്തിക തകർച്ചയിലേക്ക് പോവുകയാണ്. നമുക്കിത് വളരെ ഗൗരവതരമായിട്ട് കർത്താവ് നമുക്ക് നൽകുന്നൊരു വാണിംഗ് ആണ്, വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ വളരെ സൂക്ഷിക്കണം, ജാഗരൂകരാകണം. കാരണം ഏത് വഴിക്കാണ് നമ്മുടെ കുടുംബത്തിലേക്ക് തകർച്ച ഉണ്ടാകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ സുഖലോലുപതയുടെ പിന്നാലെ പോകുന്നു. അതിനുശേഷം ദരിദ്രൻ അധ്വാനിക്കുന്ന ഉപജീവനത്തിന് വേണ്ടിയാണെങ്കിൽ വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. ഇതും പ്രശ്നമാണ്. വചനം പറയാണ്, ദരിദ്രൻ അധ്വാനിക്കേണ്ടത് ഉപജീവനത്തിന് വേണ്ടിയാണ്. ഇനി അവൻ വിശ്രമിച്ചാൽ, അവൻ അലസനായി മാറിക്കഴിഞ്ഞാൽ അവൻ്റെ ഉപജീവനത്തിനുള്ള വഴി പോലും അടയപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് അലസത വെടിഞ്ഞ് മറ്റു മാർഗങ്ങളെല്ലാം മാറിയിട്ട്, ഇത് കർത്താവിൻ്റെ വചനം പറയുന്ന കാര്യമാണിത്, ഞാൻ എൻ്റേതായിട്ടൊന്നും കൂട്ടിച്ചേർക്കുകയല്ല, വേറെ എന്തെങ്കിലും പുതുതായിട്ട് പറയുകയല്ല. പ്രിയപ്പെട്ടവർ, നമുക്ക് വളരെ ശ്രദ്ധയോടെ ഉപജീവനത്തിന് വേണ്ടത് അധ്വാനിച്ചില്ലെങ്കിൽ അതിന് പോലും ഇല്ലാതെ കൂടുതൽ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് മാറും. വിശ്രമിച്ചാൽ, അലസതയിലൂടെ പോയാൽ, അല്ലെങ്കിൽ സുഖലോലുപതയിലേക്ക് ഒരുവൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറയാണ്, ലക്ഷങ്ങൾ, ചിലപ്പോൾ 10,000, 10,000, 20,000, 25,000, 30,000 ഒക്കെ മുറികളാണ് പുറത്തു പോയി കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിലൊരു കാരണം എന്താണെന്നറിയോ? ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എനിക്ക് പണം ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ടത് ചെലവഴിച്ച് നന്നായിട്ട് ജീവിക്കണം. പല സിനിമകളിൽ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ MBBS പഠിക്കാനായിട്ട് മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ പഠിക്കാൻ വരുന്നവരുടെ സാമ്പത്തിക സ്ഥിതി, അവർ പലതും ചെലവഴിക്കുന്നത് കണ്ട്, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ ഇതായിരുന്നു, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഇന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പലയിടങ്ങളിലും വലിയ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് അവധിക്കാലങ്ങളിൽ ഇങ്ങനെ പോകും. അവസാനം അത് കുടുംബത്തിൻ്റെ തകർച്ചയായിട്ട് മാറി, ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയായി മാറി. പ്രിയപ്പെട്ടവർ, ഇത് വലിയൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ മുമ്പിൽ ഇതെല്ലാം ഒരു താക്കീതുകളാണ്. നമുക്ക് ശാന്തതയോടെ പോകാനായിട്ട് കർത്താവ് നമുക്ക് വലിയ വിളി തരുന്നുണ്ട്. കാരണം അത് ആത്മീയ തകർച്ച പോയി കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, അതല്ല ഇഗ്നേഷ്യസ് ലോയോള ഫ്രാൻസിസ് സേവ്യറോട് ചോദിച്ചത്. ഒരു വ്യക്തിയെ മാനസാന്തര, നീ ലോകം മുഴുവൻ നേടി, പ്രിയ ഫ്രാൻസിസേ, നീ ലോകം മുഴുവൻ നേടി, പക്ഷേ
നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താ? നീ പാരീസ് സർവകലാശാലയിൽ വലിയൊരു അധ്യാപകനാണ്, മിടുമിടുക്കനാണ് നീ. അപ്പം അതുകൊണ്ട് നീ ഈ ലോകം മുഴുവൻ നേടി, പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അപ്പം സമ്പത്ത് പലപ്പോഴും ആത്മാവിനെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ധനവാന്മാരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞത്. ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതിനാണ് ധനവാൻ സ്വർഗ. അപ്പം എന്ന് പറഞ്ഞാൽ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ പോകില്ലെന്നല്ല പറയുന്നത്. സമ്പത്തുള്ളവർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ സമ്പത്തിനെ കുറിച്ചുള്ള മനോഭാവങ്ങൾ. പലപ്പോഴും ഇത് ജോബിനെ പോലെ ദൈവം തന്ന ഇത് നമ്മുടെ കഴിവിന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു ഞാൻ അധ്വാനിച്ചുണ്ട്. ചിലരുടെയൊക്കെ പള്ളിയിൽ ധ്യാനത്തിന് വരാൻ പറയുമ്പോൾ, ആത്മീയ ശുശ്രൂഷകൾക്ക് വരാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ജോലി മാറ്റി വെച്ചിട്ട് പള്ളിയിലൊന്നു വാ. അപ്പോൾ അവർ പറയുന്നറിയോ, ഞാൻ അധ്വാനിച്ചാൽ മാത്രമേ എനിക്ക് പണം ഉണ്ടാവുള്ളൂ, ഞാനിങ്ങനെ ജോലി ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പള്ളിയിൽ പോയി. അല്ലെങ്കിൽ ആത്മീയതയൊക്കെ ആർക്കാണ്? ഒരു പണിയില്ലാത്തവർക്ക്, തിരക്കില്ലാത്തവർക്ക്, പണമൊന്നും ഇല്ലാത്തവർക്ക്, ദരിദ്രരാർക്കാണ് ഇത്. അവർക്ക് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് എന്നുള്ളത് അറിയുന്നില്ല. എന്നിട്ട് അങ്ങനെ വിധിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഓർക്കണം. എന്നിട്ട് വീണ്ടും പറയാണ്, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണ്ണ നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്, നാശത്തെ അവർ മുഖാമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിച്ചിരിക്കുന്നവർ, ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ്. അതാണ് ലൂക്കാസ് സുവിശേഷം പറഞ്ഞത്, ജീവിത വ്യഗ്രത മൂലം മനസ്സു ദുർബലമാകുന്നു, ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുന്നു. ആ ദിവസം ഒരു കെണി പോലെ വന്നു വീഴുന്നു. അതുകൊണ്ട് ഏതെങ്കിലും പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ ദൈവഹിതമല്ലാത്തതാണെങ്കിൽ അതൊരു കെണിയാണത്. അതൊരു കെണിയാണ് നമ്മുടെ ജീവിതത്തിൽ. പിന്നീട് അതിൽ നിന്ന് കയറിപ്പോരാൻ ചിലപ്പോൾ നമുക്കല്ലേ ഈ എലിപ്പെട്ടിക്കകത്ത് വീഴുന്ന എലി. പലപ്പോഴും ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. പണ്ട് പറമ്പുകളിലൊക്കെ ഈ വീട്ടിൽ കപ്പ കൃഷിയൊക്കെ ചെയ്ത് കഴിയുമ്പം രാവിലത്തെ ഒരു ജോലിയാണ്, എന്താണ്, രാവിലെ ഈ എലിപ്പെട്ടിക്കകത്ത് എലി വീണെന്ന്. അപ്പം കുഞ്ഞുനാളിൽ അത് വലിയൊരു കൗതുകമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എലിപ്പെട്ടിയുടെ അടുത്ത് എങ്ങാനും ഒരു അതിൻ്റെ പാതിലൊന്ന് തുറക്കും. അതിൻ്റെ ഒരു എലിപ്പെട്ടിയുടെ ഇതുണ്ട്, അതങ്ങ് തുറന്നു കൊടുത്താൽ ഇത് അന്നേരം ഓടിപ്പോയത്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അനുഭവം കിട്ടിയോടെ വല്യപ്പച്ചനും അല്ലെങ്കിൽ അപ്പനും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് തുറക്കരുത്. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കിയോ അല്ലെങ്കിൽ ചാക്കിൻ്റെ അകത്ത് ഇട്ടിട്ട് തല്ലി കൊല്ലുക. അപ്പോൾ പിന്നെ നമുക്കതൊരു രസമാണ്. നമ്മുടെ കപ്പ നശിപ്പിക്കുന്ന, കൃഷിയിടം നശിപ്പിക്കുന്ന ഈ എലിയെ എങ്ങനെയെങ്കിലും കൊല്ലുന്നത് കാണണം. ഇതുപോലെ തന്നെ പറയണം, അത് കെണിക്കകത്ത് വീഴുക. ധനമോഹം എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. കൈക്കൂലി വാങ്ങുന്നത്, അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലൂടെ പോകുന്നത്. ഞാൻ ഇടയ്ക്ക് ആദ്യത്തെ ഒരു ക്ലാസ്സുകളിൽ പറഞ്ഞു, ഇത് പണം സമ്പാദിക്കാൻ ദൈവം ഒരുപാട് മാർഗങ്ങൾ നൽകിയിട്ടുണ്ട്. പണം സമ്പാദിക്കണം, മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടണം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് വീണ്ടും എങ്ങനെ നമുക്ക് ദൈവികമായ രീതിയിൽ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും. പകരം ദൈവഹിതമല്ലാത്ത വഴികളെ, അതായത് പറയുകയാണ്, ഭോഷന്മാർ നാശത്തെ മുഖാമുഖം ദർശിക്കരുത്. അപ്പം അതുകൊണ്ട് പറയുകയാണ്, കുറ്റമറ്റവനും സ്വർണത്തെ കാക്ഷിക്കുന്നവനുമായ ധനവാൻ അനുഗ്രഹീതൻ. എന്ന് പറഞ്ഞാൽ കുറ്റമറ്റവനും സ്വർണത്തെ കാക്ഷിക്കാത്തവനുമായ, അങ്ങനെ കുറ്റമറ്റവൻ സ്വർണത്തെ കാക്ഷിക്കാത്തവനുമായ ധനവാൻ ഭാഗ്യവാനാണ്. അങ്ങനെയുള്ളവൻ്റെ മക്കൾ അത് അനുഭവിക്കും തലമുറകളോളം. ദൈവവചനം പറഞ്ഞല്ലേ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞില്ലേ, ഞാനിന്ന് കൽപ്പിക്കുന്ന കൽപ്പനകൾ പാലിച്ചാൽ 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടും. പലപ്പോഴും എന്താണ്, പല കുടുംബങ്ങളിൽ മക്കളായിട്ട് ഏതെല്ലാം രീതിയിൽ ആ ദുർവ്യയം ചെയ്യുന്ന പറഞ്ഞാൽ ചെലവഴിച്ചു. അവരത് പഠനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, വീട് പണിയാൻ. പക്ഷെ ഇതൊന്നും നശിക്കാതിരിക്കുന്നറിയോ, കുറ്റമറ്റ വിധം പണം സമ്പാദിച്ചവർ. ഇതിനു വേണ്ടി എന്താണ് വചനം പറയാണ്, സ്വർണത്തെ കാക്ഷിക്കാത്തവൻ. ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊരു നടക്കാതെ ദൈവം തരുന്നതിനെ സന്തോഷത്തോടെ എടുത്തുകൊണ്ട് പോകുന്നവർ. അങ്ങനെയുള്ളവർ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും. ദൈവവചനം പറയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ, അതായത് സ്വർണത്തെ കാക്ഷിക്കാത്തവൻ, കുറ്റമറ്റ വിധം ജീവിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിത വഴികളിൽ ദൈവം കുറ്റപ്പെടുത്താത്ത, കുറ്റമറ്റ വിധം പണം സമ്പാദിക്കാനായിട്ട്, പ്രത്യേകിച്ചും ലോട്ടറി, ചൂതുകളി, നോട്ടിരട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തെയും മാമോനെയും പള്ളിയിൽ പോകുന്നതും ഒക്കെ എന്തിനാണ്? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനല്ല, തൻ്റെ പ്രൗഢിയും പ്രാമാണിത്വമൊക്കെ കാണിക്കാനായിട്ട്. നമുക്ക് കുറ്റമറ്റ വിധം പണം സമ്പാദിക്കാനായിട്ട് ഏതെങ്കിലും വഴികൾ കുറ്റമറ്റ വിധമാണ് പണം സമ്പാദിച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വേര് കണ്ടെത്തണം. പ്രശ്നങ്ങളുടെ വേര് കണ്ടെത്തി അതിനെ സമഗ്രമായി ഉന്മൂലനം ചെയ്യാൻ കുമ്പസാരം എന്ന കൂദാശയിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, അർഹതയില്ലാത്തത് എന്തെങ്കിലും നമ്മുടെ കരങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവ തിരികെ കൊടുക്കുന്നതിലൂടെ, നമ്മൾ തുറന്ന ആരാധനയിലേക്കെല്ലാം പ്രവേശിക്കാൻ പോകുമ്പോൾ ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒരു അനുതാപത്തിൻ്റെ ആരാധനയായിരിക്കണം. പ്രശ്നങ്ങളുടെ വേര് കണ്ടെത്തി, ശാപഗ്രസ്തമായ പണം നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ
അപ്രകാരം നമ്മുടെ മണ്ണ് ശപിക്കപ്പെട്ടത്, നീ മൂലം നിൻ്റെ മണ്ണ് ശപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മണ്ണ് ശപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൈകളിൽ കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ, അത് രക്തപങ്കിലമാണെങ്കിൽ, കാവൽക്കാർ വ്യാജ പ്രസ്താവന നടത്തിയപ്പോൾ അവർ പണം വാങ്ങി തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു, അതിന്നും പ്രചാരത്തിലിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല രീതിയിൽ കൈക്കൂലി വാങ്ങിയും പലരെ അപമാനിക്കാനും ഒട്ടേറെ പണമുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളുടെ യഥാർത്ഥ വേരാണത്. ആ വേര് മുറിച്ച് കളഞ്ഞ് ആ കാരണം കണ്ടെത്തി പ്രിയപ്പെട്ടവരെ സമഗ്രമായ ഒരു മോചനം, ഒരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമുണ്ട്. സാമ്പത്തിക മേഖലകൾ ക്രമീകരിക്കപ്പെടാൻ, ദൈവാനുഗ്രഹങ്ങൾ തലമുറകളോളം തുടരുവാൻ 2 കാര്യങ്ങൾ കൂടി: സമഗ്രമായ വിമോചനം, വിശുദ്ധീകരണം നമുക്ക് ആവശ്യമുണ്ട്. ഈ ആരാധനയിൽ കർത്താവ് നമുക്ക് ഒരു സമഗ്ര വിമോചനം, ഞാൻ വന്നിരിക്കുന്നത് ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ദരിദ്രർക്ക് സ്വീകാര്യമായ ഒരു വത്സരം. ദൈവം ഒരു വലിയൊരു തുറവി നൽകട്ടെ ഇന്നത്തെ ഈ ആരാധനയിലൂടെ. ഒരുപാട് കുടുംബങ്ങൾക്ക് സമഗ്ര വിമോചനം നൽകട്ടെ. ദൈവഹിതമല്ലാതെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെയ്ത ആത്മീയ മൂല്യങ്ങൾ, ആത്മീയ ജീവിതം തകർത്ത് കളഞ്ഞ എല്ലാ വഴികളെയും വിശുദ്ധീകരിക്കാൻ, ഒരു വിശുദ്ധീകരണത്തിന്, സമഗ്ര വിമോചനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, തിരുക്കുടുംബത്തിൻ്റെ നാഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, സമഗ്ര വിമോചനത്തിലൂടെ കുടുംബം വീണ്ടും ഒരു അഭിവൃദ്ധി പ്രാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മോഹങ്ങളെ ഈ ലോകവിജ്ഞാനത്തെ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളെ ഈ ലോകവിജ്ഞാനത്തെ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന 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 കരങ്ങൾ വീശി ആരാധന. ആരാധന 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 വിശ്വാസത്തോടെ ആരാധന. ആരാധന 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 ആരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. കരങ്ങൾ വീശി ആരാധന. ആരാധന ആരാധന
കരങ്ങളും ഉയർത്തി ഒറ്റ വിളി യേശുവേ. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധമേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധമേ ആരാധന ആരാധന ആരാധന. ദൈവഹിതം പോലെ എല്ലാം എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഈശോയുടെ ഇഷ്ടത്തിനായിട്ട് ജീവിതം മുഴുവൻ സമർപ്പിച്ച പരിശുദ്ധ അമ്മേ, ഈശോയുടെ വളർത്തു പിതാവും ഞങ്ങളുടെ തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനുമായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾ ഈ ആരാധനയിൽ എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും, എല്ലാ യുവതി യുവാക്കളെയും, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്ന എല്ലാവരെയും ഈശോ മറിയം ഔസേപ്പ് എന്ന വലിയ സംരക്ഷണത്തിനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈശോ മറിയം ഔസേപ്പെ, ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന, വിവിധങ്ങളായ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ പാലകരായ പരിശുദ്ധ അമ്മയെ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തെ അനുഗ്രഹിക്കുന്ന വിശുദ്ധമായ ജീവിതങ്ങളിലൂടെ തിരുക്കുടുംബത്തെ നയിക്കുവാൻ എപ്പോഴും അനുഗ്രഹമായി കൂടെയുള്ള ഞങ്ങളുടെ നല്ല ഈശോയെ, ഉണ്ണി യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ, ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഇന്ന് കണ്ടു സാമ്പത്തികമായ തകർച്ചയ്ക്ക് ചില ആത്മീയ കാരണങ്ങളുണ്ടായിട്ടുണ്ട്. കർത്താവേ, തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിച്ചും ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്തും ദൈവേഷ്ടം നോക്കാതെയും പണം സമ്പാദിച്ച് ജീവിതത്തിൽ വലിയ തകർച്ച നേരിടുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഈ സമയം ഈ ആരാധനയിൽ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അതിൻ്റെ കടുത്ത വേദനയിലും നിരാശയിലും ദുരിതത്തിലുമായിരിക്കുന്നവർക്ക് കർത്താവ് വലിയൊരു പ്രത്യാശ നൽകുകയാണ്. ഭയപ്പെടേണ്ട മകനെ, മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. നീ തകർന്നു പോയി. പാപിനിയോട് കർത്താവ് പറഞ്ഞില്ല, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോകും. ധൂർത്തപുത്രൻ എല്ലാം നശിപ്പിച്ച്, പിതൃസ്വത്വത്തിൻ്റെ അവന് നൽകിയത് മുഴുവൻ നശിപ്പിച്ച്, ഒരു ഭ്രാന്തനെ പോലെ, എല്ലാം തകർന്നവനെ പോലെ, ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രാകൃത രൂപത്തിൽ സ്വന്തം ഭവനത്തിലേക്ക് ഒരു ദാസനായിരിക്കാൻ കടന്നു വരുന്നവനെ, സ്നേഹത്തോടെ മാറോടണയ്ക്കുന്ന ഒരു പിതാവിനെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഇതാ വലിയ സാമ്പത്തിക തകർച്ചകൾക്കും കാരണമായി ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളിലൂടെ യാത്ര ചെയ്ത് ഒരുപാട് തകർച്ചകൾ നേരിട്ട അനേകം വ്യക്തികളെ, കുടുംബങ്ങളെ, സ്ഥാപനങ്ങളെ, പല സഭാ സമൂഹങ്ങളെ ഞങ്ങൾ ഈ ആരാധനയിൽ ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ശാപഗ്രസ്തമായ വഴികളിലൂടെ പണം സമ്പാദിച്ചവർ, കൈക്കൂലിയിലൂടെ തെറ്റായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ചവർ, ചീട്ടുകളിയും ചൂതാട്ടവും ലോട്ടറിയും ഈശോയെ മലമന്ത്രവാദങ്ങൾ, പണം സമ്പാദിക്കാൻ വേണ്ടി പല വഴികളിലൂടെ പോയ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാപം വിളിച്ചു വരുത്തിയിരിക്കുന്ന, തിന്മ വിളിച്ചു വരുത്തിയിരിക്കുന്ന, നാശം വിളിച്ചു വരുത്തിയിരിക്കുന്ന അനേകം വ്യക്തികളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും കൃഷിയിടങ്ങളും ഉണ്ടല്ലോ കർത്താവേ. മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും പ്രവൃത്തികൾ വഴി ശപിക്കപ്പെട്ട മണ്ണ് ഞങ്ങളുടെ ഭൂമിയിലുണ്ടല്ലോ, ഞങ്ങളുടെ സ്ഥലത്തുണ്ടല്ലോ കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ കരുണ ആ വ്യക്തികളോട് കാണിക്കണമേ കർത്താവേ. അവരിന്ന് കടുത്ത നിരാശയിലാണ്. കർത്താവ് പറയാണ്, മകനെ, മകളെ, നിന്റെ എല്ലാ പാപങ്ങളും, നീ ചെയ്ത എല്ലാ അപരാധങ്ങളും, നീ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതും, പണം സമ്പാദിക്കാൻ വേണ്ടി തെറ്റായ മാർഗങ്ങൾ തിരഞ്ഞെടുത്തതും, കൈക്കൂലി വാങ്ങിയതും ഞങ്ങൾ കണ്ടു സുവിശേഷത്തിൽ. ഈശോ ഉയർത്തെഴുന്നേറ്റ് സത്യം അംഗീകരിക്കാൻ സാധിക്കാതെ അത് പണം നൽകിക്കൊണ്ട് വ്യാജമായ വഴികളിലൂടെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആ വലിയ മഹാരഹസ്യം അതൊരു കെട്ടുകഥയാക്കി, കള്ളക്കഥയാക്കി മാറ്റുവാൻ അവിടെ പോലും കൈക്കൂലിയുടെ പണത്തിൻ്റെ വിനിയോഗങ്ങൾ അത് സ്വീകരിക്കുന്നവർ, ആ കാവൽക്കാർ ആ പണം വാങ്ങി എന്ന് സുവിശേഷത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, ഇന്ന് നീതിമാന്റെ രക്തത്തിന്
നീതിമാന്റെ തകർച്ചയ്ക്ക് പണം സമ്പാദിച്ചവർ, അനേകം കുടുംബങ്ങൾ തകരുവാൻ, അനേകം വ്യക്തികൾ തകരുവാൻ പലതരത്തിൽ പണം സമ്പാദിച്ച എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും വലിയ കരുണയും അനുതാപവും നൽകണമേ. ഇന്നും ആ തെറ്റിനെ ഓർത്ത് അനുദപിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അനുദപിക്കുന്നു. തൻ്റെ കുറവുകളെ കുറിച്ചോർത്ത് പശ്ചാത്തപിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്നാൽ ചെയ്ത തെറ്റിനെ ഓർത്ത് വേദനിക്കുന്ന മക്കളെ കർത്താവ് നൽകിയ ഞാൻ പ്രത്യാശയുടെ ദൈവമാണ്, ഞാൻ കരുണയുടെ ദൈവമാണ്, ഞാൻ നീതിയുടെ ന്യായാധിപനാണെങ്കിലും കരുണ കാണിക്കാൻ വെതുമ്പുന്ന, കരുണ കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവമാണ് ഞാൻ. ആ ദൈവം നിന്റെ എല്ലാ തെറ്റുകളും പുറത്ത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അനുതാപത്തോടെ നീ എൻ്റെ അടുക്കലേക്ക് അണയുക. നിന്റെ എല്ലാ പാപങ്ങളും, നീ സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും, അതുവഴിയുണ്ടായ തകർച്ചകളും, അതുവഴിയുണ്ടായ മാനസിക സംഘർഷങ്ങളും, കുറ്റബോധവും നിരാശയും എല്ലാം ഈശോയുടെ പക്കലേക്ക് കൊടുത്ത് കരങ്ങൾ ഉയർത്തി, രക്ഷിതാവായ ഈശോയെ കരുണ കാണിക്കണമേ, രക്ഷിതാവായ ദൈവമേ സൗഖ്യപ്പെടുത്തണമേ, മനസ്സിന്റെ ഭാരങ്ങളും വേദനകളും എല്ലാം എടുത്തു മാറ്റണമേ. വലിയ നിരാശയിലായിരിക്കുന്നവര്, തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിച്ച് ഇന്ന് കടുത്ത തകർച്ചയിലേക്ക്, വലിയ ദുരിതങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്നവര്, മണ്ണ് ശപിക്കപ്പെട്ടതായി മാറിയവര്, ശാപഗ്രസ്തമായ രീതിയിൽ പണം സമ്പാദിച്ചവര്, അനേകരെ തകർത്തുകൊണ്ട് സമ്പാദ്യങ്ങൾ നേടിയവർക്ക് വേണ്ടി ഞങ്ങളിതാ കരുണയ്ക്കായിട്ട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുദപിക്കാത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനയ്ക്കിട്ടും അനേകരുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടും ഇന്നും സമ്പാദ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, ഈശോയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കരുണ ഒഴുകട്ടെ കുടുംബങ്ങളിലേക്ക്, അപ്രകാരമുള്ള വ്യക്തികളിലേക്ക്, മണ്ണിലേക്ക്, ശപിക്കപ്പെട്ട മണ്ണിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ. രക്തം ചിന്തിയ സ്ഥലങ്ങളിലേക്ക്, അനേകരുടെ തകർച്ചയ്ക്ക് കാരണമായ സ്ഥാപനങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകാൻ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ അനുദപിക്കാനുള്ള വലിയ കൃപ, തെറ്റായ വഴികളിലൂടെ സമ്പാദിച്ചതെല്ലാം ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിച്ചവര് ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു, ആഗതനായവൻ വിളിച്ചിടുന്നു. അനുദപിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഈ സമയത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഒരു തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. വലിയ കരുണ ഒഴുകണേ ഈ സമയത്ത്. കർത്താവേ, വലിയൊരു അനുതാപം തരണമേ. ദേശവും കുടുംബങ്ങളും നശിപ്പിക്കപ്പെടാൻ കാരണമായ തെറ്റായ മാർഗങ്ങൾ ഉപേക്ഷിക്കാൻ അനേകർക്ക് പ്രാർത്ഥനയും പ്രേരണയും നൽകണേ കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ കരുണ ഒഴുകട്ടെ കർത്താവേ. സമയം കർത്താവേ, വലിയൊരു അനുതാപം നൽകണമേ കർത്താവേ. സകലരുമാനുഷയെ വലിയ കരുണ കാണിക്കണമേ. സർവം സമർപ്പിക്കുവാൻ സകലരുമണഞ്ഞിടുവിൻ. കരുണ തോന്നണമേ കർത്താവേ, അലിവു തോന്നണമേ. പ്രാർത്ഥിക്കാം മക്കളെ. കരുണ തോന്നണമേ കർത്താവേ, അലിവു തോന്നണമേ. പാപിയാണു ഞാൻ നാഥ, രോഗിയാണു ഞാൻ നാഥ, നിൻ കരുണ എന്നിൽ ചൊരിയണമേ. കരുണ തോന്നണമേ കർത്താവേ, അലിവു തോന്നണമേ, അലിവു തോന്നണമേ. ഓ കർത്താവേ, അവിടുന്ന് മനുഷ്യന് ബുദ്ധിയും ബോധവും വിവേകവും സ്വാതന്ത്ര്യവും എല്ലാം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് സുഖഭോഗങ്ങളുടെ പിന്നാലെ നടന്ന്
സമ്പത്തിനെ മാത്രം ദൈവമായി കണ്ടുകൊണ്ട്, ഒരുപക്ഷെ ദൈവാരാധനയും ധനമോഹങ്ങളും ഒരുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, പണം എല്ലാത്തിലും വലുതായി കണ്ടുകൊണ്ട്, സമ്പത്ത് എല്ലാത്തിലും ഉപരിയായി കണ്ടുകൊണ്ട് ജീവിച്ച അനേകം മക്കൾ ഇന്ന് തകർച്ചയുടെ പടുകുഴിയിലാണ്. പല വിധത്തിലും സമ്പാദിക്കാൻ സാധിക്കും. ദൈവം അതിനെല്ലാ സ്വാതന്ത്ര്യവും മക്കൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നിലനിൽക്കുന്ന ശാന്തിയും സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് ദൈവഹിതമനുസരിച്ചുള്ള സമ്പാദ്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കർത്താവേ, വലിയൊരു തിരിച്ചറിവിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളെ നയിക്കണമേ. ദൈവഹിതമല്ലാത്ത എല്ലാ സമ്പാദ്യങ്ങളും നശിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവ് അനുഗ്രഹിക്കാത്തത്, ദൈവഹിതമനുസരിച്ചല്ലാതെയുള്ള എല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുന്നത്, പ്രൗഢി കാണിക്കുന്നതും അഹങ്കാരത്തിൻ്റെതായ രീതിയിൽ ധനസമ്പാദനത്തെ കണ്ടുകൊണ്ട് ഏതു വിധേനയും പണമുണ്ടാക്കി സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യതയോടെ ജീവിക്കണം, എല്ലാവരേക്കാൾ വലിയവനാകണം, ഭവനം നിർമ്മിക്കുമ്പോഴും ജോലി മേടിക്കുമ്പോഴും കർത്താവെ ആഘോഷങ്ങൾ നടത്തുമ്പോഴും എല്ലാം പലതരത്തിൽ ദൂർത്തടിച്ചുകൊണ്ട്, ദുർമാതൃക നൽകിക്കൊണ്ട്, എവിടുന്നെങ്കിലും പണം സമ്പാദിച്ച് കർത്താവെ ഇന്ന് ഈ ലോകത്തിന് മുമ്പിൽ ആളാകുവാൻ, ഈ ലൗകിക ജീവിതത്തിൽ വലിയ ആളുകളായി തീരുവാൻ അധ്വാനിച്ചിട്ട് അതിനുവേണ്ടി പണം സമ്പാദിച്ചിട്ട് ഇന്ന് വലിയ തകർച്ചയിലായിരിക്കുന്നവരുടെ മേൽ അവിടുന്ന് വലിയ കരുണ കാണിക്കണമേ. അവരാണ് കർത്താവെ പലപ്പോഴും വലിയ നിരാശയിലേക്ക് പോകുന്നത്. കുറ്റബോധം വേട്ടയാടുന്നവർ, മറ്റുള്ളവരോടൊന്നും പറയാതെ വലിയ ആത്മഭാരം ഏറ്റെടുത്തിരിക്കുന്നവർ, അവരിലേക്ക് കർത്താവെ നിന്റെ തിരുരക്തം ഒഴുകട്ടെ. നിന്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയ ആ തിരുജലത്തിൻ്റെയും തിരുരക്തത്താലും അങ്ങനെയുള്ളവരെ കഴുകണമേ കർത്താവെ. ആത്മഹത്യാ ചിന്തകളുമായി, കഠിന വൈരാഗ്യത്തിലും വെറുപ്പിലുമായി, മറ്റുള്ളവരോടുള്ള വലിയ വിദ്വേഷത്തിൽ കഴിയുന്നവർ, എൻ്റെ തകർച്ചയ്ക്ക് കാരണം അവരാണെന്നും എന്നാൽ തൻ്റെ വഴികളാണ് തെറ്റിയെന്ന് തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന, വലിയ തടിക്കഷ്ണം സ്വന്തം കണ്ണിൽ കാത്തു സൂക്ഷിക്കുന്നവർ, മറ്റുള്ളവരുടെ ചെറിയ കരടുകൾ എടുക്കാൻ വ്യഗ്രത കാണിച്ച് സ്വന്തം കുറവുകൾ, തൻ്റെ ബലഹീനതകൾ, തനിക്ക് പറ്റിയ വീഴ്ചകൾ തിരിച്ചറിയാതെ പോകുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. എങ്കിലും കർത്താവ് അവർക്കും വലിയ പ്രത്യാശ നൽകുക. കർത്താവിനെ തേടുക, കർത്താവിനെ അന്വേഷിക്കുക. വിളിക്കും മുമ്പേ ഉത്തരമരുളുന്ന തമ്പുരാൻ, നിന്റെ അപേക്ഷകൾക്ക് മുമ്പേ തന്നെ നിന്റെ ഹൃദയഭാരങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദൈവം, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നീ തകർന്നവനാണോ മകനേ? എല്ലാ പ്രശ്നങ്ങളുടെയും വേര് കണ്ടെത്താനായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. നീ ശാപഗ്രസ്തമായ തകർന്നവനാണോ മകനേ? അനുദപിക്കാനായിട്ട് ഈശോയുടെ സന്നിധിയിൽ ഈ സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നീ തളർന്നവനാണോ മകനേ? നീ തളർന്നവളാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ തകർച്ചകളെല്ലാം ഏറ്റെടുക്കാൻ വന്നവൻ യേശു നായകൻ, യേശു നായകൻ. നീ പാപിയാണോ മകനേ? ഈശോയിലേക്ക് മടങ്ങി വരാൻ. നീ പാപിനിയാണോ മകളേ? ഈശോയിലേക്ക് മടങ്ങി വരട്ടെ. നീ പാപിയാണോ മകനേ? നീ പാപിനിയാണോ മകളേ? ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കാൻ വന്നവൻ യേശു നായകൻ, യേശു നായകൻ.
യേശുവേ 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 എന്നിൽ കനിയണേ യേശുവേ 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 എന്നിൽ കനിയണേ രക്ഷകാ 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 എന്നിൽ കനിയണേ എന്നിൽ കനിയണേ തിരുരക്തത്താൽ എന്നെ കഴുകണേ കഴുകണേ. കർത്താവേ, ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ തകർച്ചകളുടെ വേര് കണ്ടെത്താൻ, യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുവാൻ. ശാപങ്ങളും ചില തകർച്ചകളും ഞങ്ങൾക്കൊരു അടയാളമാണല്ലോ കർത്താവേ, ഏത് കൽപ്പനയാണ് ലംഘിച്ചതെന്ന്, ഏത് മാർഗം കൊണ്ടാണ്, ഏത് വഴികൾ തിരഞ്ഞെടുത്തപ്പോഴാണ് എനിക്ക് തെറ്റിയതെന്ന് തിരിച്ചറിയാൻ. ചില തകർച്ചകളും ചില ശാപങ്ങളും ചില തിരിച്ചടികളും കർത്താവേ, കൽപ്പനയുടെ ലംഘനങ്ങൾ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കും. പ്രകാരമുള്ള എല്ലാ സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ നന്നായിട്ട് അനുദപിച്ച് തിരുത്തുവാൻ, ഒരുപക്ഷെ ഇന്നും ആ വഴിയിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോയെ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. എന്നാൽ കർത്താവ് നൽകുന്നൊരു മോചനം അത് സമഗ്ര വിമോചനമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. കർത്താവ് നമ്മളുടെ വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നു. പ്രവാചകനിലൂടെ അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ്. ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലൂടെ അല്ല നിന്റെ അനുതാപം നീ പ്രകടിപ്പിക്കേണ്ടത്. നിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വിളി, കർത്താവേ കരുണ കാണിക്കണമേ. ജനക്കൂട്ടം മുഴുവൻ നിശബ്ദനായിരിക്കാൻ പറയുമ്പോഴും അബർത്തമയോസ് എന്ന അന്ധയാചകൻ വിളിക്കുകയാ, ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന്. നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് പ്രകാരം തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിക്കുകയും ഇന്നും അപ്രകാരമുള്ള വഴികളിലൂടെ നടന്നിട്ട് അനുതാപമില്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. തകർന്നു പോയവരുണ്ട്. അതുമൂലം കടുത്ത നിരാശയിലായിരിക്കുന്നവരുണ്ട്. അവരോടെല്ലാം ഈശോ പറയുക, നിങ്ങൾ അനുദപിച്ചാൽ മതി, നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ കർത്താവിൻ്റെ കരുണ യാചിച്ചാൽ മതി. നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ കരം വിശാലമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കർത്താവിൻ്റെ കാതുകൾ തുറന്നിരിക്കുന്നു. നിന്റെ അകൃത്യങ്ങൾ നീ ഉപേക്ഷിക്കുക, നിന്റെ പാപം നീ വെടിയുക, നിന്റെ രക്തപങ്കലമായ കൈകൾ നീ കഴുകുക, കർത്താവിലേക്ക് നീ കരുണയോടെ പ്രാർത്ഥിക്കുക. ഇതാ കർത്താവിനെ തേടുക, കർത്താവിൽ ആശ്രയിക്കുക. ദൈവം നിന്റെ വഴികൾ നിനക്കായിട്ട് വലിയ വഴികൾ അവിടെ തുറന്നു തരും. കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട്, കർത്താവേ നല്ല ചിന്തകൾ ഞങ്ങൾ എടുത്തു മാറ്റണമേ. തകർച്ചയും ദുരിതങ്ങളും കുറ്റബോധങ്ങളും നിരാശയും ഈ സമയത്ത് എടുത്തു മാറ്റണമേ. കർത്താവെ, അനേകം വ്യക്തികളിലുള്ള ചില നിരാശയുടെ അവസ്ഥകൾ നീ എടുത്തു മാറ്റണമേ. അനേകം വ്യക്തികൾ നീ സമയത്ത് ദിവ്യകാരുണ്യ ശക്തി പുറപ്പെടട്ടെ. കർത്താവെ, അവിടുത്തെ നോക്കിയവർ ലജ്ജിതരാകുകയില്ല, അവർ പ്രകാശിതരാകട്ടെ. ആ സങ്കീർത്തനങ്ങൾ 34:7, കർത്താവിനെ നോക്കുന്നവർ ലജ്ജിതരാകുകയില്ല, അവർ പ്രകാശിതരാകട്ടെ. അടഞ്ഞ ഹൃദയങ്ങൾ നശിച്ചുപോയി എന്ന് കരുതുന്നവർ, തീർന്നു എന്ന് വിചാരിക്കുന്നവർ, ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നവർ ഈ സമയം മുട്ടിൽമേൽ നിന്ന് കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. ഈശോയെ കരുണയായിരിക്കണമേ. കർത്താവെ, വലിയ കൃപ ചൊരിയണമേ. തെറ്റുപറ്റിപ്പോയി അപ്പാ, കർത്താവെ, വഴികൾ അടഞ്ഞുപോയി. കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈ സമയം കർത്താവെ നന്ന അനുതാപം നൽകണമേ, വിശുദ്ധി നൽകണമേ, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഈ സമയത്ത് വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ? കൈവിടുമോ ഒരു നാളും
മറക്കുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 18-ാമത്തെ വചനം പറയുകയാണ്. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും. മരുഭൂമിയിൽ ദേവദാരു, കരുവേലകം, കൊളുന്ത്, ഒലിവ് എന്നിവ ഞാൻ നടും. മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചുപിടിപ്പിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തെന്നും മനുഷ്യർ കണ്ടറിയാനും ചിന്തിച്ചു മനസ്സിലാക്കാനും വേണ്ടി തന്നെ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പരാതി കൊണ്ടുവരുവിൻ. നിങ്ങളുടെ തടസ്സങ്ങൾ, നിങ്ങളുടെ തെളിവുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കർത്താവ് എല്ലാം പരിഹരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇപ്രകാരം നിരാശയിലായിരിക്കുന്നവർ, തകർന്നു എന്ന് വിചാരിക്കുന്നവർ കർത്താവിലേക്ക് ശരണം വെക്കാൻ, കർത്താവിൽ ആശ്രയിക്കാൻ, ശരണപ്പെടുവാൻ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നുവെന്ന പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 യേശുവേ, ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. എല്ലാം അറിയും എൻ്റെ തമ്പുരാനേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.